ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് മൈ ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഗേൾസ്. ഞാൻ കുറച്ച് വർക്കിൻ്റെ തിരക്കും ഒക്കെ ആയിട്ട് കുറേ നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് ഫ്രഷ് ആയിട്ടൊരു വർക്കൗട്ടിലൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ ഈവനിങ് വർക്കൗട്ടിന് വന്നേക്കണേ, കാരണം എനിക്ക് രാവിലെ ടൈം കിട്ടത്തില്ല, എനിക്കിപ്പോൾ ലേറ്റ് ആവും. വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. ദുബായിലായതുകൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ ഒരു ക്ഷാമവുമില്ല. എവിടെ വേണമെങ്കിലും നമുക്ക് നടക്കാം, എത്ര രാത്രി വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കാം. ആരെയും പേടിക്കണ്ട, ഒന്നിനെയും പേടിക്കണ്ട. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ദുബായിയുടെ സെൻറ്റർ പോർഷനായിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസിലാണ്. കണ്ട പാർക്കിംഗ് സ്പേസ് ആണെന്ന് തോന്നിക്കില്ല, പക്ഷേ ഇത് ശരിക്കും ഒരു പാർക്കിംഗ് സ്പേസാണ്. ഒരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഒരു ഫോറസ്റ്റ് ഒന്നുമല്ല, ഒരു പാർക്കിംഗ് സ്പേസാണ്. ഇവിടെ നമുക്ക് ജോഗ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് പീക്കോക്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇവർ ഒരുപാട് പീക്കോക്സിനെ ഇവിടെ വളർത്തുന്നുണ്ട്. രാവിലെയൊക്കെ വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ദുബായിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഒന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തരാം. ഇത് വരുന്നത് DIFCയുടെ നേരെ ഫ്രണ്ടിലായിട്ടും അതുപോലെ തന്നെ എമിറേറ്റ്സ് ടവറിൻ്റെ നേരെ ബാക്കിലുമായിട്ടാണ് വരുന്നത്. അടിപൊളിയായിട്ട് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു ഡാർക്ക് ആംബിയൻസിന് മാച്ചായിട്ടുള്ള ബ്ലാക്ക് കളറുള്ള ടേബിൾസ് അതുപോലെ ചെയേഴ്സൊക്കെയാണ് ഇവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഞാൻ ഇപ്പോൾ അകത്തേക്ക് പോകുന്നില്ല, പുറത്തുനിന്ന് കാണിച്ചു തരാം. അപ്പോൾ കണ്ടല്ലോ, ഇതൊരു പാർക്കിംഗ് സ്പേസാണെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ ആരെങ്കിലും വിശ്വസിക്കാം. മലയാളികളെന്ന് മാത്രമല്ല എല്ലാവർക്കും വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. നമുക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെയ്തിരിക്കുന്നതെന്നുണ്ടോ. അവിടെ ഓരോരോ ഇരിക്കാനുള്ള സെറ്റപ്പുകൾ വരെ കണ്ടു. എന്ത് രസമായിട്ട് അവർ ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇതാവണം ഇവിടെ ആ ക്രിയേറ്റിവിറ്റി. ഇതുണ്ടോ, ഇവിടെ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് കാം ആൻഡ് ക്വയറ്റായിട്ട് നടക്കാം. എല്ലായിടത്തും ലൈറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ടൊന്നും പേടിക്കാനില്ല. അതുപോലെ ഈ കാണുന്നതാണ് പാർക്കിംഗ് സ്പേസ്. ഞാൻ യൂഷ്വലി മോർണിംഗ് ആണ് ഇവിടെ ജോഗിങ്ങിന് അല്ല നടക്കാനൊക്കെ വരാറ്. ജോഗിങ് അധികം ഞാൻ ചെയ്യാറില്ല, കാരണം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ജോഗിങ് ചെയ്യാൻ. അതുകൊണ്ട് എനിക്ക് നടക്കുക ചെയ്യാറ്. ഇന്നിപ്പോൾ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ ടൈമിൽ വന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സമയം 7 മണി ആയിട്ടുള്ളൂ. ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരുപാട് ഇരിക്കാനുള്ള സെറ്റപ്പുകളുണ്ട്. നമ്മൾ കുറച്ച് നടന്ന് മടുത്ത് വരുവാണെങ്കിൽ ഇരിക്കാൻ. ആക്ച്വലി നമ്മൾ നടക്കണതിൻ്റെ ഇടയ്ക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ നടക്കണോണ്ട് പ്രയോജനമൊന്നുമില്ല. പിന്നെ മടിയുള്ളവർക്കല്ല തീരെ വയ്യായ്കയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോകാനുള്ളൊരു സെറ്റപ്പ്. കുറച്ചുകൂടി നടന്നിട്ട് ഇനി എന്നൊക്കെ കാണാനുണ്ടെന്ന് നോക്കാം. കമോൺ. പിന്നെ വേറൊരു കാര്യം ഇതുണ്ടോ, ഇങ്ങനെ പാർക്കുകളിൽ എല്ലായിടത്തും ഇതുപോലെ നല്ല സൂപ്പറായിട്ടുള്ള വേസ്റ്റ് ബോസ്ക് ഇതുണ്ട് ഇതുപോലെ. പിന്നെ ഈ പാർക്കിംഗ് സ്പേസിൻ്റെ എല്ലാ ഇടയ്ക്കും അതുപോലെ എല്ലാ പാർക്കുകളിലൊക്കെ എവിടെ ചെന്നാലും നമുക്ക് ഇതുപോലെ മനോഹരമായിട്ടുള്ള വേസ്റ്റ് ബാസ്ക്കറ്റുകൾ കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലെ പോലെ അല്ല, ഇതുണ്ടോ നല്ല മാർബിൾ കൊണ്ടുള്ള ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെയുള്ളവരെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ വേസ്റ്റൊക്കെ അവിടെ ഇവിടെ വെറുതെ വലിച്ചെറിയില്ല. നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയാൽ കാണാം, ഒരു മിഠായിയുടെ കവറോ അല്ലെ പ്ലാസ്റ്റിക് ബോട്ടിലോ ഒന്നും കാണാനില്ല. ഇവിടെയുള്ളവർ അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് അത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്നത്. ഇതുണ്ടോ, ഇതുവഴി നമുക്ക് പാർക്കിംഗ് സ്പേസിലേക്ക് പോകാൻ സാധിക്കും. ആ ദൂരെ കാണുന്നതാണ് ഹൈ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഞാൻ കുറച്ചൊന്ന് പറഞ്ഞ് അതിൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ എമിറേറ്റ്സ് ടവേഴ്സ്. മതി കണ്ടത് പോരെ. ടൈമിലൊക്കെ
ഇവിടെ വരുവാണ്, ഇവിടെയൊക്കെ നിറച്ച് പീക്കോക്സ് ആയിരിക്കും കേട്ടോ. പീക്കോക്കുകൾ ഇവിടെ മോർണിംഗ് വാക്കൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ എന്തെങ്കിലും മോർണിംഗ് വാക്കിന് വരുവാണെങ്കിൽ അപ്പോഴത്തെ വ്യൂ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ ഇരിക്കാനുള്ള ഒരിതുണ്ട്. പിന്നെ ഞാനിവിടെ വന്നിട്ടാണ് എക്സസൈസുകളൊക്കെ ചെയ്യാറ് നടന്നു കഴിഞ്ഞിട്ട്. ഇവിടെ ഇനി ഫ്രണ്ടിലേക്ക് ഇതുപോലെ തന്നെയാണ് വഴികളും അതുപോലെ ലൈറ്റുകളും ഇരിക്കാനുള്ള സെറ്റപ്പുകളും എല്ലാം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. ഇതിൻ്റെ വേറൊരു സൈഡുണ്ട്, അവിടെ ഞാൻ കാണിച്ചു തരാം. ഒരു കുറ്റിക്കാട് എന്നും പറഞ്ഞ് ആരും ഇവിടെ കയറി മുള്ളാന്ന് വിചാരിക്കേണ്ട. കാരണം നിങ്ങളെ നോക്കിക്കൊണ്ടൊരു ക്യാമറ അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടിയും നടക്കില്ല ഗൈസ്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടാണ് ഇവർ നോക്കുന്നത്. അതുപോലെ എല്ലാ മോർണിംഗും വന്ന് ഇവരിത് ക്ലീനൊക്കെ ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ എക്സസൈസ് ചെയ്യാത്ത എന്താണെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവില്ലേ. ഞാൻ എൻ്റെ എക്സസൈസൊക്കെ കഴിഞ്ഞാണ് എന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ പീക്കോക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ പീക്കോക്കിൻ്റെ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, നിങ്ങൾക്ക് കാണാൻ പറ്റും. പീക്കോക്ക് നല്ല മനോഹരമായിട്ട് പീലിയൊക്കെ വിടർത്തി ഡാൻസ് ചെയ്യുന്ന വീഡിയോസൊക്കെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് സൈഡ് ആ പാർക്കിൻ്റെ. ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് രാവിലെ ജോഗ് ചെയ്യണവർക്ക് എക്സസൈസ് ചെയ്യണവർക്കൊക്കെ വന്നിരുന്ന് യോഗ ചെയ്യാനും അതുപോലെ എക്സസൈസ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ്. നിറയെ പുല്ലൊക്കെ പിടിപ്പിച്ചേക്കും. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ വീണാലും പരിക്കുകളൊന്നും പറ്റത്തില്ല. അതുപോലെ ധൈര്യമായിട്ട് എക്സസൈസ് ചെയ്യാം. പിന്നെ നമുക്കൊരു പ്രൈവസി ഉണ്ട് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറകളൊന്നുമില്ല, പക്ഷേ പുറത്ത് ക്യാമറകളുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ പീക്കോക്കുകളൊക്കെ ഒരുപാട് വരുന്ന സ്ഥലമാണ്. പക്ഷെ ആരും ഉപദ്രവിക്കത്തൊന്നുമില്ല. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള പീക്കോക്കാണ്. നമ്മൾ ഫുഡൊക്കെ കയ്യിലൊക്കെ വെച്ച് കൊടുക്കാറൊക്കെ ഉണ്ട്. എനിക്ക് ആദ്യമൊക്കെ പേടിയായിരുന്നു. ഇപ്പോൾ വന്ന് ഇപ്പോഴും പേടിയാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ കൊടുക്കാറില്ല. പിന്നെ കാണിച്ചു തരാം. പറഞ്ഞ DIFC. ഈ DIFCയുടെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ പാർക്ക് വരുന്നത്. ഇവിടെ ഒരു അടിപൊളി സൂത്രമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു സർപ്രൈസ് വരാൻ പോവുകയാണ് ഗായ്സ്. ഇങ്ങോട്ട് നോക്കിയുണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഞാൻ ഇവിടെ ആദ്യം വന്നപ്പോൾ എനിക്കിതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല. കാരണം ആ സൈഡിൽ നിന്ന് വായിച്ചപ്പോൾ ഞാൻ ലവ് എന്നുണ്ട്, ഈ സൈഡിൽ വന്നപ്പോൾ ദുബായ് എന്നായി. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ പിന്നെയും പോയിട്ട് ഇതെന്താ ഇനി ഇത് ലവ് എന്നാണോ ദുബായ് എന്നാണോ എന്ന് കൺഫ്യൂഷനായിട്ട് സൈഡിൽ കൂടെ നടന്നു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇവരൊരു 3D പോലെ ചെയ്തിരിക്കുന്നത്. ലവ് മാറി ദുബായ് ആവും. പിന്നെ നമ്മൾ ഈ സൈഡിൽ നിന്ന് പിന്നെയും പോയാൽ അത് ലവ്, ഇവിടുന്ന് ലവ് അവിടുന്ന് ദുബായ്, അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ DIFCയുടെ ബിൽഡിംഗ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എമിറേറ്റ്സ് ടവർ. പിന്നെ ആ മരങ്ങൾ നിൽക്കുന്ന ആ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ പോയി കണ്ട പാർക്ക്. അതിൻ്റെ ഉള്ളിലാണ്. ദുബായിലെ നൈറ്റ് ലൈഫൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വണ്ടികളൊക്കെ ഈ ടൈമിൽ എന്ത് വണ്ടികളാണ് പോകുന്നതെന്ന് നോക്കുക. അതുപോലെ ലൈറ്റുകളും ഒക്കെ, സ്ട്രീറ്റ് ലൈറ്റ്, ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇവിടെ കേടില്ല കേട്ടോ. എല്ലാം തെളിഞ്ഞേ ഇരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ, ഒന്നും പേടിക്കാനില്ല. ഗേൾസിനാണെങ്കിലും ബോയ്സിലാണെങ്കിലും, എസ്പെഷ്യലി ഗേൾസിന് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ദുബായിലായതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു
വേണമെങ്കിൽ ഒരു ടൂർ എന്ന് പറയാം, വാക്കിംഗ് ടൂർ, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോറേഷൻ ടു ആൻ അൺനോൺ പാർക്ക് എന്ന് പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തോളൂ. ഞാൻ ടൈറ്റിലൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.